Good morning friends. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇറച്ചിച്ചോറാണ്. നമ്മൾ സാധാരണ മട്ട അരി ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ഇറച്ചിച്ചോറാണിത്. ഇതിനു മുൻപ് ഞാൻ ഇറച്ചിച്ചോറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. ഞാൻ ഇതിനെ ദം ചെയ്തെടുത്തിട്ടുള്ളത് മൺചട്ടിയിലാണ്. വാഴയിലെല്ലാം വെച്ച് ദം ചെയ്തെടുത്ത ഒരു ഇറച്ചിച്ചോറാണ്. നല്ല ടേസ്റ്റ് ആണിത്. ബീഫും മട്ടരിയും വെളിച്ചെണ്ണയും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണിത്. നല്ലൊരു ലഞ്ചായോ ഡിന്നറായോ എല്ലാം സെർവ് ചെയ്യാം. പാർട്ടിക്കെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷ് കൂടെയാണിത്. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ബീഫ് എടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുത്തതാണ്. ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. നമുക്കിതിനെ മാറ്റി വെക്കാം. ഞാൻ ഇതിനെ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് അരി എടുക്കാം. മട്ടരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുറുവ അരി എടുത്താലും മതി. ഇവിടെ ഞാൻ 2 പേർക്കുള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. 2 പേർക്ക് നന്നായി കഴിക്കാവുന്ന ഇറച്ചിച്ചോറാണിത്. നല്ല മസാലയും എരിവും എല്ലാം ഉള്ള ഒരു ഇറച്ചിച്ചോറാണ്. ഇവിടെ ഞാൻ 1 കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. ഈ മട്ടരിയെ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. 1 കപ്പ് മട്ടരിയെ 2.5 കപ്പ് വെള്ളത്തോടു കൂടിയാണ് ഞാൻ പ്രഷർ കുക്കറിലോട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അരമുറി നാരങ്ങ. ഇത് പിഴിഞ്ഞൊഴിക്കാം. വളരെ ചെറിയ നാരങ്ങയാണ്, അരമുറി മതി. 1.5 കപ്പ് വരെ അരിയിലോട്ട് ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ എടുത്താൽ മതി. ഇതിലോട്ട് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കാം, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുക്കറിനെ നമുക്ക് അടച്ചു വെക്കാം. 2 or 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വിസിൽ വരികയാണെങ്കിൽ ഏകദേശം 80% വെന്ത് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളത് ദമ്മിൽ കിടന്ന് വെന്തോളും. ഇവിടെ ഞാൻ 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ഇഞ്ച് നീളമുള്ള പട്ട, 1 ബേ ലീഫ്, ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു മൺചട്ടി എടുക്കാം. ഈ മൺചട്ടിയിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 സവാള സ്ലൈസ് ചെയ്തത്, ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് സവാള കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർക്കാം. നമ്മൾ നേരത്തെ ചേർത്ത അതേ സ്പൈസസ് തന്നെയാണ് ചേർക്കുന്നത്. 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തെടുത്തതാണിത്. ഇതിനെ വീണ്ടും വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ, അതുവരെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഇലകൾ ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മതി, കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇപ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഞാൻ നേരത്തെ ഒഴിച്ച നാരങ്ങയുടെ ബാക്കിയാണിത്. ഇത് വളരെ ചെറിയ നാരങ്ങയാണ്. കുറച്ച് വലുപ്പമുള്ള നാരങ്ങയാണെങ്കിൽ 2ലും കൂടെ 1/2 പീസ് മതി. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർക്കാം. യോഗട്ടാണിത്, 2 ടേബിൾ സ്പൂൺ യോഗട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴന്നു വന്നിട്ടുണ്ട് എല്ലാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. ബീഫിന്റെ ഗ്രേവിയോടുകൂടെ തന്നെ ചേർക്കണം, എന്നാലേ ഇതിന് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനെ അടച്ചു വെക്കാം. ഇത് കുറച്ചിരുന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം. പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് റൈസിനെ ഒന്ന് മിക്സ് ചെയ്യാം. റൈസിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. ഇത് ദം ചെയ്യുന്ന സമയത്ത് വറ്റിക്കൊള്ളും. നമ്മുടെ റൈസ് 80% കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കുക്കാകാനുണ്ട്. ഈ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് റൈസിനെ പാനിലോട്ട് ചേർക്കാം. ഈ മൺചട്ടിക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് റൈസ് ഉള്ളത്. ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും ഈ റൈസ് വെന്ത് വരും. നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്യാം. ഇതിന്റെ മുകളിൽ നമുക്ക് മല്ലിയിലയും പുതിനയിലയും എല്ലാം സ്പ്രെഡ് ചെയ്യാം.
1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കാം. ഇനി വേണമെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാല പൗഡർ ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്യണം. ഞാൻ ഇതിന്റെ മുകളിൽ ഒരു വാഴയില വെക്കുകയാണ്. വാഴയില വെച്ച് ദം ചെയ്യുമ്പോൾ വാഴയിലയുടെ കൂടെ സ്മെല്ല് വരും. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിന്. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കണം. ഈ ഇറച്ചിച്ചോറ് മൺചട്ടിയിൽ ദം ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ പിടിക്കാത്ത മൺചട്ടി തന്നെ എടുക്കണം. എല്ലാ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കുന്ന മൺചട്ടിയാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. കുറെ കാലം ഉപയോഗിച്ച് പഴകിയ മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും. അപ്പൊ 20 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. വാഴയില എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിനെയും ബീഫിനെയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെളിച്ചെണ്ണയുടെയും നെയ്യിന്റെയും എല്ലാം ഫ്ലേവർ വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരും. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവം ഇറച്ചിച്ചോറ് തയ്യാറായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഇറച്ചിച്ചോറ്. ഇതിനെ ഞാൻ സെർവ് ചെയ്യുന്നത് പപ്പടത്തിന്റെയും ഈന്തപ്പഴം നാരങ്ങ അച്ചാറിന്റെയും കൂടെയാണ്. ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.